السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചു അല്ലേ? മൻസിലുൽ ഇസമീലി എന്ന ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചു. അപ്പോൾ എന്താണ് മൻസിലുൽ ഇസമീലി പറഞ്ഞാൽ സഹപാഠിക്കൊരു വീട് അല്ലേ? ആ ചാപ്റ്റർ നമ്മൾ നോക്കി. അപ്പോൾ അതിലെന്തായിരുന്നു പറഞ്ഞേ? ആ ചാപ്റ്ററിൽ എന്തൊക്കെയാ സംസാരിച്ചേ? നമുക്ക് ആ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്ന എന്താണ്? മുദവ്വിന് ഫീദിയോ, ഒരു വ്ളോഗറെ നമുക്ക് കാണാൻ പറ്റില്ലേ? ഒരു യൂട്യൂബ് ചാനലിൽ എന്താ ഫി ഖനാത്തി യൂട്യൂബ് അല്ലേ? ഫി ഖനാത്തി യൂട്യൂബ് അൽ അസ്ഹാർ എന്നൊരു യൂട്യൂബ് ചാനലിൽ ഒരു കുട്ടി വ്ളോഗർ ഒരു വീഡിയോ പ്രസൻറ്റേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോടൊരു ഒരു റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ തഖറീറുൽ മുദവ്വിൻ എന്ന് പറഞ്ഞാൽ ബ്ലോഗ് ഈ ബ്ലോഗൊക്കെ അറിയില്ലേ? സൈറ്റിലൊക്കെ കാണാലോ. ബ്ലോഗിൽ നമ്മൾ പലതും നമ്മളുടേതായ അഭിപ്രായങ്ങളൊക്കെ എഴുതുന്ന ഒരു ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കും അതുപോലെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി നോക്കിയാലോ? തഖറീറു മുദവ്വിൻ. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് അപ്പം നമ്മൾ എഴുതുക? എങ്ങനെയായിരിക്കും എഴുതുക? അപ്പോൾ ഞാനൊന്ന് ഏകദേശം ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എങ്ങനെയായിരിക്കും തഖറീറു മുദവ്വിൻ? ഒന്ന് നോക്കാം. ഐമൻ ദാരിസും ഫിസ്സുഫിസാബി. ഐമൻ എന്ന് പറഞ്ഞാൽ എന്ന വിദ്യാർത്ഥി, ദാരിസും ഫിസ്സുഫിസാബി 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് എന്ന് തുടങ്ങാം അല്ലേ? 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇൻഹദമ ബൈതുഹു ഫി ഫൈലാനാത്തിൻ ജാരിഫ. അവൻ്റെ വീട് വലിയൊരു വെള്ളപ്പൊക്കത്തിൽ, ഒരു ശക്തമായ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയി. അൽയോമ ഹുവ ഫി ഫറഹിം വ മറഹിം എന്ന് പറയാം. അൽയോമ ഇന്ന്, ഹുവ അവൻ, ഫി ഫറഹിം വ മറഹിം ഭയങ്കര സന്തോഷത്തിലാണ്. മാ സബബു ഫറഹു അതിൻ്റെ കാരണം എന്താണ്? ആ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്? ബനാലഹു അസ്തിഖാഹു മൻസിലൻ ജദീദ്. ബനാലഹു അവൻക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു. അസ്തിഖാഹു അവൻ്റെ കൂട്ടുകാർ നിർമ്മിച്ചു കൊടുക്കുന്നു. മൻസിലൻ ജദീദ് ഒരു പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. അങ്ങനെയല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്ത. എന്നിട്ട് അല്യൗമ യഅതി വസീറുൽ തസ്ലീമിൽ ബൈത്ത് അല്ലേ? അല്യൗം ഇന്ന്, യഅതി അൽ വസീറു നമ്മുടെ മന്ത്രി. ആരായിരുന്നു അവിടെ വന്നത്? വസീറുൽ തർബിയത്തി വത്തഅലീം അല്ലേ? വിദ്യാഭ്യാസ മന്ത്രിയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. അല്യൗമ യഅതി അൽ വസീർ മന്ത്രി വരുന്നുണ്ട്. എന്തിനേലി തസ്ലീമിൽ ബൈത്തി അവൻ്റെ വീട് സമർപ്പിക്കുക, നൽകുന്നതിന് വേണ്ടി. വീടിൻ്റെ ഹാൻഡ് ഓവർ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആര് വരുന്നുണ്ട്? മന്ത്രി വരുന്നുണ്ട്. ഹയ്യ അതുകൊണ്ട് വരൂ. ലഖദ് ജാഅത് മുദവ്വിനത്തു ഫീദിയോ ലി തദ്വീനിൽ ഹഫ്ല. നിശ്ചയമായും ലഖദ് ജാഅത്തുൽ മുദവ്വിൻ നമ്മുടെ മുദവ്വിനത്തു ഫീദിയോ നമ്മുടെ ഒരു വ്ളോഗർ വരുന്നുണ്ട്. ലി തദ്വീനിൽ ഹഫ്ല നമ്മുടെ ഈ പരിപാടി, ഈ ചടങ്ങ് എന്തിന്? വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുട്ടി വ്ളോഗറായ ആരാണ്? അൽ അസ്ഹാർ എന്ന ചാനലിലെ വ്ളോഗർ വരുന്നുണ്ട് എന്ന് പറയാണല്ലേ? അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതിക്കൂടെ? അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് നന്നായിട്ട് വായിക്കാൻ മനസ്സിലാകട്ടോ. അപ്പം ഇനി നമുക്ക് 10ാമത്തെ പേജിലായിട്ടൊന്ന് നോക്കാം. ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് നോക്കാം. ഹൽ താരിഫു അനിൽ ഫൈലാനാത്തില്ലത്തി ഹദസത്ത് ഫി ബിലാദിന ഫി സനവാത്തിൽ മാലിയ കൈഫ നതആമലു മഅൽ മുസാബിന ബിൽ കവാരിസി ത്വബിയ്യ. എന്താണ് ചോദിക്കുന്നത്? ഒരു വലിയ ചോദ്യമാണല്ലേ? ഹൽ താരിഫു നിനക്കറിയുമോ? അനിൽ ഫൈലാനാത്തി വെള്ളപ്പൊക്കത്തിനെ കുറിച്ചൊക്കെ നിനക്കറിയോ? അല്ലത്തി ഹദസത്ത് ഫി ബിലാദിന നമ്മുടെ നാട്ടിൽ സംഭവിച്ച വെള്ളപ്പൊക്കത്തിനെ കുറിച്ചൊക്കെ നിനക്കറിയോ? ഫിസ് സനവാത്തിൽ മാലിയ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ചെറിയ രീതിയിലൊക്കെ ചില ഏരിയകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു വെള്ളം കയറി വെള്ളപ്പൊക്കത്തിന് ഒരു ചെറിയ സാധ്യതകളൊക്കെ ഉണ്ടായില്ലേ?
ഈ വർഷം 2024. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്താണ് നിങ്ങൾക്കറിയോ ഇവിടെ സംഭവിച്ച വെള്ളപ്പൊക്കത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? 2018 ഒരു വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനെക്കുറിച്ചൊരു സിനിമ വരെ ഇറങ്ങി. 2018 എന്ന് പറഞ്ഞ ഒരു അല്ലേ അടിപൊളി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു മിക്ക സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയില്ലേ അതിനെക്കുറിച്ചൊക്കെ? പിന്നെ ചില ഏരിയകളിൽ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഏരിയകളൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളെ അറിവിൽ? പിന്നെ രണ്ടാമത് എന്താ ചോദിക്കുന്നത്? കൈഫന താമലു മാൽ മുസാബീന ബിൽ കവാരിസി തൊബിയ്യ. കൈഫന താമലു, നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കുക? മാൽ മുസാബീന, ഈ വെള്ളപ്പൊക്കം ബാധിച്ചവരെ നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് ഇടപെടൽ എങ്ങനെയാണ്? ബിൽ കവാരിസിൻ തൊബിയ്യ, ഈ വലിയ ദുരന്തം, നമ്മൾ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടതല്ലാതെ. കവാരിസ് പറഞ്ഞാൽ പ്രകൃതി ദുരന്തം, തൊബിയ്യ പറഞ്ഞാൽ പ്രകൃതി ദുരന്തം. ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ബാധിച്ചവരെ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറലും അവരുമായിട്ട് ഇടപഴകലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് നിങ്ങളൊക്കെ ചെയ്യുക? നല്ല സാമൂഹിക പ്രവർത്തകരൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ് അല്ലേ? ആ സമയത്ത് ഒരുവിധം എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. അവർക്ക് ആവശ്യമുള്ള ഫുഡ്, വെള്ളം, പിന്നെ വസ്ത്രം എല്ലാം അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തീർത്തു കൊടുക്കാൻ ശ്രമിക്കില്ല. നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ശ്രമിക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്. അതുപോലെ ഇപ്രാവശ്യം വയനാട്ടിലൊക്കെ നല്ല ഭയങ്കര ഒരു സംഭവം ഉണ്ടായില്ലേ? അതൊക്കെ നമുക്ക് ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അല്ലേ? അതിനൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനത്തെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമ്മളെ ചാപ്റ്റർ എന്താണ് പറയുന്നത്? അത്തലാമുനു. അതേപോലെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? അത്താവുനു അല്ലേ? തലാമുനു എന്ന് പറഞ്ഞാൽ ഐക്യദാർഢ്യം, എല്ലാവരോടും നല്ല ഐക്യത്തിൽ ആവാനുള്ളൊരു സന്ദേശം നൽകുന്ന ചാപ്റ്ററാണ്, ഈ യൂണിറ്റാണ് ഇതല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ല ഐക്യത്തിൽ, സഹകരണത്തിൽ. താവുൻ എന്ന് പറഞ്ഞാൽ സഹകരണം, കോപ്പറേഷൻ അല്ലേ? എല്ലാവരോടും നല്ല സഹകരണത്തിൽ വർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ യൂണിറ്റിലെ. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നൊരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എല്ലായിടത്തും ഒത്തൊരുമയിൽ പ്രവർത്തിച്ചാൽ എപ്പോഴും നമുക്ക് വിജയം നേടാൻ സാധിക്കും അല്ലേ? എന്ത് ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ? നഖ്റഉ വനഫ്ഹമു. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് നോക്കിയാലോ? ഒരു പട്ടിക, ഒരു കോളം കാണുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത് നോക്കാം. ലഅബ സാമിറുൻ ഖുറത്തുൽ ഖദമി. യലഅബു സാമിറുൻ ഖുറത്തുൽ ഖദമി. സറഅ ഹാമിദുൻ ഫിൽ ഹഖ്ലി. യസ്റഉ ഹാമിദുൻ ഫിൽ ഹഖ്ലി. കതബത് നസീമ അദ്ദർസ. തക്തുബു നസീമ അദ്ദർസ. സഅദത് ഖദീജ ഉമ്മഹ. തുസായിദു ഖദീജ ഉമ്മഹ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതിലുള്ളത് മാലിയായ ഒരു ജുംലയും മുലാരിയായ ഒരു ജുംലയുമാണ് അല്ലേ? അപ്പോൾ മാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ ഒരു കാര്യം, ഒരു പാസ്റ്റ് അല്ലേ? കഴിഞ്ഞു പോയ സംഭവങ്ങൾക്കാണ് നമ്മൾ മാലി എന്ന് പറയുന്നത്. പാസ്റ്റ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത കോളത്തിൽ നമുക്ക് യ ലാബു എന്ന് കാണും. ലാബിൻ്റെത് യ ലാബു എന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ യ ലാബു എന്നുള്ളത് മുലാരി ആയിരിക്കും അല്ലേ? പ്രസന്റ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിനെ എന്ത് പറയും? മുലാരി എന്ന് പറയും അല്ലേ? അപ്പോൾ ലൈബ എന്ന് പറഞ്ഞത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? വഹദാൻ മുദക്കർ ഹോയിബ് എന്ന് പറയാം.
വഹദാൻ എന്ന് പറഞ്ഞാല് ഒരാളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ വഹദാൻ മുദക്കർ, അത് ഒരു ആണിനെ കുറിച്ചാണ് പറയുന്നത്. മുദക്കർ എന്ന് പറഞ്ഞാല് ആണിനെ കുറിച്ച്. അപ്പോൾ അത് മുദക്കറാണ്, നമുക്ക് എങ്ങനെ മനസ്സിലായി? മുഅന്നസ് അല്ല അല്ലേ? അപ്പൊ കത്തബത്ത് എന്ന് ശ്രദ്ധിച്ചോ? കത്തബത്ത് എന്നുള്ളത് അതിന് ശേഷം ഒരു താവ് വന്നു. കത്തബ എന്നുള്ളതിന് കഴിഞ്ഞതിന്റെ ശേഷം ഒരു താവ് വന്നു. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? വഹദാൻ മുഅന്നസ് ഗായിബ് എന്ന് പറയും ട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിന്റെ മീനിങ് ഒന്ന് നോക്കാം. ലായിബ സാമിറും കുറത്തിൽ കഥം. ലായിബ സാമിർ, സാമിർ കളിച്ചു. കുറത്തിൽ കഥം, ഫുട്ബോൾ കളിച്ചു. അതിന്റെ അടുത്തത് നോക്കാം. യലാബു സാമിറും കുറത്തിൽ കഥം. സാമിർ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ അടുത്ത് നോക്കാം. സറ ഹാമിദും ഫിൽ ഹക്കിലി. സറ പറഞ്ഞാല് എന്താ, കൃഷി ചെയ്തു. ഹാമിദ് കൃഷി ചെയ്തു. ഫിൽ ഹക്കിലി വയലില് കൃഷി ചെയ്തു. യസ്റഉ ഹാമിദും ഫിൽ ഹക്കിലി, ഹാമിദ് വയലിൽ കൃഷി ചെയ്യുന്നു എന്നാണ്. പിന്നെ അതുപോലെ കത്തബത്ത് നസീമ അദ്ദർസ. നസീമ എഴുതുന്നു. കത്തബത്ത് നസീമ, നസീമ എഴുതുന്നു. അദ്ദർസ പാഠഭാഗം എഴുതുന്നു. തക്തുബ് നസീമ അദ്ദർസ. കത്തബത്ത് പറഞ്ഞാല് എഴുതി അല്ലേ? അപ്പോ തക്തുബ് നസീമ അദ്ദർസ, നസീമ പാഠഭാഗങ്ങള്, തക്തുബ് പറഞ്ഞാല് എഴുതുന്നു എന്നിട്ടോ. സാദത്ത് ഖദീജ ഉമ്മഹ. ഖദീജ അവളുടെ ഉമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു. സാദത്ത് പറഞ്ഞാല് ഹെൽപ്പ് ചെയ്തു. തുസായിദു ഖദീജ ഉമ്മഹ. ഖദീജ അവളുടെ ഉമ്മയെ തുസായിദു ഹെൽപ്പ് ചെയ്യുന്നു എന്നുട്ടാ. അപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ലൈബ എന്ന് പറഞ്ഞാൽ കളിച്ചു, യലാബു എന്ന് പറഞ്ഞാൽ കളിക്കുന്നു അല്ലെ? അപ്പോ മാലിയും മുലാരിയും ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോ ഇതിന്റെ ഒരു മാറ്റം മനസ്സിലായോ? ഒരു മാലിയായത് എന്ന് വെച്ചാല് ലൈബ, സറ, കത്തബ, സാദ എന്നൊക്കെയാണ് അല്ലെ? അത് ഒരു കഴിഞ്ഞു പോയ ഒരു സംഭവം. ലൈബ എന്ന് പറഞ്ഞാൽ കളിച്ചു, സറ പറഞ്ഞാൽ കൃഷി ചെയ്തു എന്നാണ് അല്ലെ? കത്തബ പറഞ്ഞാൽ എഴുതി, സാദ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു മാലിയായ ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പക്ഷെ അതിന്റെ ശേഷം ഒരു മാലിയായ ഫീലിന് ശേഷം താവ് വരികയാണെങ്കിൽ, കത്തബ എന്നുള്ളതിന് ശേഷം ഒരു താവ് വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ശേഷം ചെയ്യുന്ന ആൾ ആരാണ്? ഒരു മുഅന്നസ് ആണ് അല്ലെ? ഒരു പെണ്ണാണ്. മുഅന്നസാണ്. മുഅന്നസ് ആയതുകൊണ്ട് കത്തബത്ത് എന്ന് പറയും. കത്തബത്ത് നസീമ എന്ന് പറയും. അതായത് നസീമയാണ് കളിച്ചത് എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ലൈബ സാമിർ എന്നുള്ളിടത്ത് ലൈബത്ത് നസീമ എന്ന് പറയാം. അപ്പോൾ ഒരു മുദക്കറിന്റെയും മുഅന്നസിന്റെയും സ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഒരു ഫീല് കൊണ്ടുവരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഇനി മുലാരിയിലോട്ട് കിടക്കാം. ലൈബ എന്നുള്ളത് കളിച്ചു. അപ്പൊ യലാബു കളിക്കും, അതല്ലെങ്കിൽ കളിക്കുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താണ് മുലാരി എന്ന് പറയുന്നത്. പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കാണ് മുലാരി എന്ന് പറയുന്നത്. അപ്പൊ അത് മുദക്കർ ആയതുകൊണ്ട് ഫസ്റ്റ് യാവ് കൊടുത്തു. ഈ കളിക്കുന്നത് ആരാണ്? സാമിറാണ്. അതുപോലെ കൃഷി ചെയ്യുന്നത് ആരാണ്? ഹാമിദാണ്. അതുകൊണ്ട് യസ്റഉ എന്ന് ഫസ്റ്റ് യാവ് കൊടുത്തു. അത് ഒരു പെണ്ണാണ്. അപ്പൊ ഈ കളിക്കുന്ന ആള് പെണ്ണാണ് എന്നുണ്ടെങ്കിൽ, മുഅന്നസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് എങ്ങനെ എഴുതുക? തലാബു നസീമ എന്ന് പറയും. തലാബു നസീമ കുറത്തിൽ കഥം എന്ന് പറയും. അപ്പൊ കത്തബ എന്നുള്ളത് ഒരു ഫീലാണല്ലേ? അപ്പോൾ അത് മുലാരിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു പെണ്ണാണ് ചെയ്യുന്നത് എങ്കിൽ തക്തുബു നസീമ ഫസ്റ്റ് താവ് കൊണ്ടുവരും. ഒരു മുലാരിയില് മുദക്കർ ആണെങ്കിൽ യാവ് കൊണ്ടുവരും, മുഅന്നസ് ആണെങ്കിൽ പെണ്ണാണ് എന്നുണ്ടെങ്കിൽ താവ് കൊണ്ടുവരും അല്ലെ? ഫസ്റ്റ് താവ് കൊണ്ടുവരും. അപ്പോൾ ഒരു മുഅന്നസിലും ഒരു മുദക്കറിലും എങ്ങനെയാണ് മുലാരി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാലിയില് ചുരുക്കി പറഞ്ഞാൽ മാലിയില് ആ ഫെയിലിന് ശേഷം എന്താണ് താവ് കൊണ്ടുവരും മുഅന്നസ് ആണെങ്കിൽ. മുദക്കർ ആണെങ്കിൽ അവിടെ ഒന്നും ചെയ്യില്ല. ആ ഫെയില് ആ വേർഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ആ ഫിയല് മാത്രം.
ലൈബ എന്നുള്ള ആ ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ മുദക്കറാണെങ്കിൽ. മുഅന്നസ് ആണെങ്കിൽ ശേഷം ഒരു തായിനെ കൊണ്ടുവരും. പിന്നെ മുലാരിയിലോട്ട് വരുമ്പോൾ മുദക്കറാണെങ്കിൽ യാവും മുഅന്നസ് ആണെങ്കിൽ താവും ഫസ്റ്റിൽ കൊണ്ടുവരും. അപ്പോൾ യൽ അബു എന്നുള്ളത് മുദക്കറിലും തക്തുബു എന്നുള്ളത് മുഅന്നസിലും നമുക്ക് മാറ്റം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ മുലാരിയിൽ പിന്നെ മുലാരിയായി വരുന്നതിൽ വീണ്ടും ഹർഫുകളുണ്ട് കേട്ടോ. ഫസ്റ്റിൽ അലിഫ് വരുമ്പോഴും അൽ ആബു എന്ന് പറയാം. അൽ ആബു പറഞ്ഞാൽ ഞാൻ കളിക്കുന്നു എന്ന് പറയുന്നു. അത് എന്താണ്? അതൊരു മുലാരിൻ്റെ ഹർഫാണ്. ഫസ്റ്റ് അലിഫ് കൊണ്ടുവരിക. അതുപോലെ ഫസ്റ്റ് ന കൊണ്ടുവന്നാലും നലാബു എന്ന് വരുന്നതും ഫസ്റ്റ് നലാബു എന്ന് പറയുന്നത് ഞങ്ങൾ കളിക്കുന്നു. അതൊക്കെ മുലാരിയാണ്. അതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എക്സാമിനൊക്കെ വരിക ലൈബിന്റെ മുലാരി എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ യലാബു എന്ന് പറയാം. അത് ആണാണെങ്കിൽ യലാബു എന്ന് പറയാം. പെണ്ണാണിന് ശേഷം വരുന്നത് എന്നുണ്ടെങ്കിൽ തലാബു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഓടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അധിക വിശദീകരണം പറഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ? അപ്പോൾ ഒരു മാലിയിൽ ശേഷം ആ ഫീലിന് ശേഷം താവ് കൊണ്ടുവരും. മുലാരിയിൽ ഫസ്റ്റിൽ യാവോ താവോ കൊണ്ടുവരും. അത് മുദക്കറും മുഅന്നസും അനുസരിച്ച് യാവോ താവോ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടൊന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി വോയിസ് കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നഖ്താറു മിനൻ നസ്സി, പാഠഭാഗത്ത് നിന്നും നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാം കേട്ടോ. നഖ്താർ പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. മിനൻ നസ്സി, പാഠഭാഗത്ത് നിന്നും. അപ്പോൾ പാഠഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിലുള്ള മാലിയും മുലാരിയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. എന്നിട്ട് അതിലെ മാലിയോ മുലാരിയോ ഒക്കെ നിങ്ങൾ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കുറച്ച് പോയിന്റ്സുകൾ ഞാനൊന്ന് കാണിക്കും, മോഡൽ കാണിക്കാം. അതിൽ പറയുന്നുണ്ടല്ലേ, മാലിയിൽ ബനാഹു എന്ന് പറയുന്നുണ്ട്, അവൻക്ക് വേണ്ടി നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബന എന്നുള്ളത് മാലിയിൽ എഴുതാം. അതുപോലെ ഇൻഹദമ തകർന്നു. പിന്നെ ഹദസത്ത്, ഹദസത്ത് പറഞ്ഞാല് സംഭവിച്ചു അല്ലെ. ഫഖദു പറഞ്ഞാല് നഷ്ടമായി. ഇതൊക്കെ ഒരു പ്രവൃത്തി കഴിഞ്ഞതാണ് അല്ലെ, സംഭവിച്ചു കഴിഞ്ഞ പാസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മാലിയിൽ എഴുതാം. പിന്നെ മുലാരിയിൽ എന്തൊക്കെ എഴുതാം? അഖിഫു, ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവള്. അഖിഫു. അതുപോലെ യസ്ബഹു, അവനായിത്തീർന്നു, അവന് ആയിത്തീരുന്നു എന്ന് പറയുന്നുണ്ട്. അൽ മുലാരിയിൽ എഴുതാം. പിന്നെ അതുപോലെ സ യഖൂമു, അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഖൂമു എന്നുള്ളതും മുലാരിയാണ്. അതുപോലെ അക്കൂനു എന്ന് പറയുന്നുണ്ട്. സ അക്കൂനു ശേഷം ഞാൻ നിങ്ങളോടൊപ്പം ചേരാമെന്ന് പറയുന്നുണ്ട് അല്ലേ ലാസ്റ്റ് ലൈനില്. അപ്പോൾ അതും മുലാരിയിൽ പെടുത്താം. അപ്പൊ നിങ്ങളത് നന്നായിട്ട് പാഠഭാഗം ഒന്ന് വായിക്കാൻ, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. 11ാമത്തെ പേജിലോട്ടൊന്ന് നോക്കൂ. നഖ്റഉൽ ഖിസ്സത വനസ്തഖ്രിജുൽ അഫ്ആലൽ മാലിയ വൽ മുലാരിയ. നഖ്റഉൽ ഖിസ്സ, നമുക്ക് താഴെ ഒരു കിസ്സ, ഒരു ചെറു കഥ കാണാം. അത് നമുക്ക് വായിക്കാം. വനസ്തഖ്രിജു, എന്നിട്ട് നമുക്ക് അതിൽ നിന്നും പുറത്തെടുക്കാം അൽ അഫ്ആലുൽ മാലിയ, മാലിയായ ഫീലുകളും മുലാരിയായ ഫീലുകളും നമുക്ക് താഴെ ഖിസ്സയിൽ, ആ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് നോക്കിയാലോ. റജാ ഗനിയും ഇല ഖസ്രിഹി ഫി ലൈലത്തിൻ ബാരിദ. റജാ ഗനിയും, ഒരു ധനികനായ ഒരു മനുഷ്യന്, റജാ മടങ്ങി, ഇല ഖസ്രിഹി, അവന്റെ കൊട്ടാരത്തിലേക്ക്, ഫി ലൈലത്തിൻ ബാരിദത്തിൻ, ഫി ലൈലത്തിൻ എന്ന് പറഞ്ഞാൽ രാത്രി, ബാരിദത്തിൻ ഒരു തണുത്ത രാത്രിയിലെ ഒരു ധനികനായ ഒരാള് അവന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ്. റഅ ഖോനിയു, അങ്ങനെ ആ ധനികനായ മനുഷ്യന് റഅ കണ്ടു, അജൂസൻ ഒരു വൃദ്ധനായ ഒരാളെ നമുക്ക് കാണാൻ സാധിച്ചു. യഖിഫു അമാമ ബൈത്തിഹി, അവന്റെ വീടിന്റെ മുമ്പിൽ, ആരുടെ? ആ ഖോനിയായ, ആ ധനികനായ ആ ആളുടെ വീടിന്റെ മുമ്പിൽ യഖിഫു, യഖിഫു പറഞ്ഞാല് നിൽക്കുന്നതായിട്ട് കണ്ടു. ഫസഅലഹു, അപ്പോൾ അവനോട് ചോദിച്ചു. ആരോട്? ആ ധനികനായ മനുഷ്യന് നമ്മുടെ അജൂസിനോട്, ആ വൃദ്ധനായ ആളോട് ചോദിക്കുകയാണ്. ഹൽ തശൂറു ബിൽ ബർദി, ഹൽ തശൂർ, നിനക്ക് അനുഭവപ്പെടുന്നില്ലേ? ബിൽ ബർദി, തണുപ്പ് നല്ല തണുപ്പില്ലേ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ അജാബൽ അജൂസു, ആ വൃദ്ധനായ മനുഷ്യന് മറുപടി പറയാണ്. അജാബ പറഞ്ഞാൽ ഉത്തരം ചെയ്തു, മറുപടി പറഞ്ഞു. അതേ ഉണ്ട്, എനിക്ക് നല്ല തണുപ്പുണ്ട് എന്ന് പറയാണ്. അപ്പൊ കാലല്ല കൊനിയോ, അപ്പൊ ആ ധനികനായ മനുഷ്യൻ പറഞ്ഞു, അദ്ഖുലുൽ ഖസ്റ വ ആമുറു ഖാദിമി അൻ യുഅതീക മുഅത്തഫൻ. എന്താ പറയുന്നത്? അദ്ഖുലുൽ ഖസ്റ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ, വീട്ടിലേക്ക് കയറി പോകട്ടെ. ആമുറു, എന്നിട്ട് ഞാൻ കൽപ്പിക്കാം. ആമുറു പറഞ്ഞാല് ഞാൻ കൽപ്പിക്കാം. ഖാദിമി, എൻ്റെ വേലക്കാരോട് ഞാൻ കൽപ്പിക്കാം. അയ്യുഅതീക, നിനക്ക് നൽകാൻ. മുഅത്തഫൻ, ഒരു കോട്ട് നിനക്ക് നൽകാൻ ഞാൻ എൻ്റെ വേലക്കാരോട്, എൻ്റെ സർവൻസിനോട് ഞാൻ പറയാം. ഞാൻ വീട്ടിലേക്കൊന്ന് കയറി പോകട്ടെ, എന്നിട്ട് ഞാൻ വേലക്കാരോട് പറയാൻ നിനക്ക് എന്ത് നൽകാൻ. യുഅതീക, നിനക്ക് നൽകാൻ. മുഅത്തഫൻ, ഒരു കോട്ട് നൽകാൻ. അപ്പൊ ഫരിഹൽ അജൂസ്, ആ വൃദ്ധനായ മനുഷ്യന് സന്തോഷിച്ചു. ഫരിഹ പറഞ്ഞാല് സന്തോഷിച്ചു. ലാക്കിന, പക്ഷേ അൽഗനിയ നസിയ വഅദഹു, അൽഗനിയ, ആ ധനികനായ മനുഷ്യൻ നസിയ, മറന്നു, വഅദഹു, അവന്റെ ആ കരാറ്, അവന് ആ ഏറ്റുപോയൊരു കരാറില്ല, ആ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി. നസിയ പറഞ്ഞാല് മറന്നു, വഅദഹു പറഞ്ഞാൽ അവന്റെ കരാറ്, അവന്റെ ആ വാക്ക് മറന്നുപോയി. ഫിസ്സുബാഹി ലം യജിദുൽ അജൂസ, ഫിസ്സുബാഹി, അങ്ങനെ രാവിലെ, ലം യജിദ്, കണ്ടില്ല, അല്ല അജൂസ, ആ ധനികനെ കണ്ടില്ല. ലം യജിദ് പറഞ്ഞാല് കണ്ടില്ല, കാണുക എന്നുള്ളത് ഒരു ഫീലാണ് അല്ലേ. അപ്പൊ യജിദ് പറഞ്ഞാല് കണ്ടില്ല. ബൽ കാനത്ത് ഹുനാക വറഖത്തുൻ കുതിബ ഫീഹ അയ്യുഹൽ കുൻത തഹമ്മലുൽ ബർദ തൂല ലൈലത്തിൻ. എന്താണ് അയാൾ പറയുന്നത്? ബൽ, പക്ഷേ, കാനത്ത് ഹുനാക്ക, അവിടെ ഉണ്ടായിരുന്നു, വറഖത്തുൻ, വറഖത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, കുത്തിബ ഫീഹ, അതിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? അയ്യുഹൽ, സഹോദര, കുന്ത, നീ, അതഹമ്മലുൽ ബർദ, കുന്തു, ഞാൻ, എന്ത്, അതഹമ്മലുൽ ബർദ തൂല ലൈലത്തിൻ. അതഹമ്മൽ പറഞ്ഞാൽ ഞാൻ, എനിക്ക് നല്ല അനുഭവപ്പെട്ടു, എനിക്ക് നല്ല അനുഭവപ്പെട്ടു. അൽ ബർദ, ചൂട് അനുഭവപ്പെട്ടു. അൽ ബർദ എന്നാല് തണുപ്പില്ലേ, നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. തൂല ലൈലത്തിൻ, ഈ രാത്രി മുഴുവൻ നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടത്. വൻ തളർത്തു കൈല സ്വബാഹി, ഞാൻ രാവിലെ വരെ, പ്രഭാതമാകുന്നത് വരെ, വൻ തളർത്തു പറഞ്ഞാൽ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു. വലാകിന്നക, എങ്കിലും, പക്ഷെ, നസിയത്തിനി, നീ എന്നെ മറന്നു, അല്ലേ എന്നും പറഞ്ഞ ഒരു കുറിപ്പ് എഴുതിയിട്ട് അദ്ദേഹം പോയിട്ടുണ്ട് അല്ലേ, അജൂസ്. അപ്പൊ നസീത്തനി പറഞ്ഞാല് നീ എന്നെ മറന്നു. അപ്പോൾ ഇതിൽ നിന്നും മാലിയായ ഫേലും മുലാരിയായ ഫേലും നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാവും അല്ലേ, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് എഴുതില്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും ഇതിലെ മാലിയായ ഫേലും മുലാരിയായ ഫേലും എന്തൊക്കെയായിരിക്കും? ഒന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ച് പറയാം. റജ എന്നുള്ളത് മാലിയായിരിക്കും അല്ലെ, മടങ്ങി. അതുപോലെ റഅൻ, കണ്ടു. അപ്പൊ അതും ഒരു പ്രസന്റ് ആണ്, പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യം, കണ്ടു അല്ലെ. യഖിഫു പറഞ്ഞാല് നിൽക്കുന്നു, അപ്പൊ അത് മുലാരി ആയിരിക്കും അല്ലെ. പിന്നെ തശോറു പറഞ്ഞാല് അത് മുലാരി തന്നെ. അപ്പൊ ഫസ്റ്റിൽ താവെന്ന് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്, നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കണല്ലേ. പിന്നെ അപ്പോ അജാബ, മറുപടി പറഞ്ഞു, അപ്പൊ അതൊരു മാലിയാണ്. പിന്നെന്താ, അദ്ഖുലു, ഞാൻ പോകട്ടെ, പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കണം. അത് എന്താണ്, ഫസ്റ്റ് അലിഫ് വന്നാലും എന്തായിരിക്കും, ദഹല എന്നുള്ളടത്ത് ഫസ്റ്റ് അലിഫ് വന്നാൽ അദ്ഖുലു, ഞാൻ പോകട്ടെ, ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോ അത് ഒരു മുലാരി ആയിരിക്കും അല്ലേ. പിന്നെ ആമുറു, ഞാൻ കൽപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ യുഅതീക, നിനക്ക് നൽകാം എന്ന് പറയുന്നു, അതൊക്കെ മുലാരി അല്ലേ. യുഅതീക. ഫരിഹ, ഫരിഹ എന്നുള്ളതും മാലി, സന്തോഷിച്ചു. അപ്പോ ഫരിഹ പറഞ്ഞാല് സന്തോഷിച്ചു. പിന്നെ അതുപോലെ എന്താ, നസിയ, മറന്നു, അതും എന്താണ്, പാസ്റ്റ് ആണ് അല്ലെ, മറന്നു എന്ന് പോയ കാര്യം, അതും മാലിയിൽ എഴുതാം. പിന്നെ ലം യജിദ് പറഞ്ഞാൽ കണ്ടില്ല, അതും മുലാരി അല്ലേ. പിന്നെ എന്തൊക്കെയാ, അതഹമ്മലു, അത് മുലാരി ആയിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ അതൊക്കെ എഴുതണം. നസിയ പറഞ്ഞാലും, നസിയ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ,
നസിയ എന്നുള്ളതും മാലി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ താഴെയുള്ള ഇതിൽ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നോട്ടിലേക്ക് പകർത്തി എഴുതുക. അപ്പോൾ മാലിയും മുലാരിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നന്നായിട്ട് പാഠഭാഗം വായിക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീണ്ടും കാണുന്നത് വരെ താങ്ക് യു. ബൈ.